മഴക്കാലത്ത് റോഡ് യാത്രകൾ കേരളത്തിന് നരകയാത്രയാവുകയാണ്. പ്രത്യേകിച്ച് ദേശീയപാതകളിലൂടെയുള്ള യാത്ര. ദേശീയപാതയുടെ നിർമ്മാണത്തിനിടയിലുണ്ടായ റോഡിടിച്ചിൽ, വിള്ളൽ, ഗതാഗതം തിരിച്ചുവിടാൻ പലയിടത്തും ബദൽ മാർഗങ്ങളില്ലായ്മ, റോഡിലെ കുഴികൾ, ഇതെല്ലാം ചേർന്ന് നീണ്ട വാഹനക്കുരുക്കാണ് സംസ്ഥാനം ഒട്ടാകെ അനുഭവപ്പെടുന്നത്. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ അരൂർ മുതൽ തൃശ്ശൂരിലെ ചാലക്കുടി വരെയുള്ള മേഖലയിലെ പ്രശ്നങ്ങൾ ഇന്ന് ഹലോ മലയാളത്തിലൂടെ ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് നേരിട്ട് കാണാൻ കഴിയും. ഇഴയുന്ന കേരളം. നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാം. ആലപ്പുഴയിലെ അരൂരിൽ നിന്ന് VS അനുരാഗും, എറണാകുളം ഇടപ്പള്ളിയിൽ നിന്ന് അനിൽ ജോർജും, തേവരയിൽ നിന്ന് സഹിൻ ആന്റണിയും, പാലാരിവട്ടത്ത് നിന്ന് സൈഫുനീസയും, ചാലക്കുടിയിൽ നിന്ന് ആസിഫ് മുഹമ്മദും, തൃശൂർ കുന്നംകുളം ദേശീയപാതയിൽ നിന്ന് ലെവിൻ കെ വിജയനും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഇവിടങ്ങളിലെ നിലവിലെ ഗതാഗതക്കുരുക്ക് എത്രത്തോളമാണ് എന്നുള്ളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആദ്യം ഞാൻ പോകുന്നത് ഇടപ്പള്ളിയിലെ കാഴ്ചകളിലേക്കാണ്. അനിൽ ജോർജാണ് നമുക്കൊപ്പം ചേരുന്നത്. അനിൽ, ഗുഡ് മോർണിംഗ്. ഈ സാധാരണ ഇപ്പോൾ ഓഫീസ് ടൈം ആരംഭിക്കാനുള്ള സമയമായി 9 മണിയായി, എല്ലാവരും ഓഫീസുകളിലേക്കും സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയമാണ്. ഇടപ്പള്ളിയിലെ കാഴ്ച എങ്ങനെയാണ്? കാരണം ഈ പ്രധാനപ്പെട്ട ദേശീയപാത ഭാഗമാണ്. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. കേരളം ഇഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇടപ്പള്ളിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഇടപ്പള്ളി എന്ന് പറയുന്നത് 3 ദേശീയപാതകൾ ഇവിടെ സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ദേശീയപാത 544, അതുപോലെ തന്നെ ദേശീയപാത 66, ദേശീയപാത 49 എന്നിങ്ങനെ 3 ദേശീയപാതകൾ ഈ ഇടപ്പള്ളി വഴി കടന്നു പോവുകയും ചെയ്യുന്നു. ഇതിലിപ്പോൾ ഏറ്റവും വലിയ കുരുക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദേശീയപാത 66ലാണ്. അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മേഖലകളിലെ കുരുക്ക് കൊച്ചിയെ വല്ലാണ്ട് ശ്വാസം മുട്ടിപ്പിക്കുന്നുണ്ട്. കൊച്ചി രാവിലെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. കാരണം ഇന്ന് തിങ്കളാഴ്ചയാണ്. 2 ദിവസത്തെ അവധിക്ക് ശേഷം സിറ്റിയിലേക്ക് ആളുകൾക്ക് ധാരാളമായി എത്തിച്ചേരേണ്ട ഒരു ദിവസമാണ്. ആ സാഹചര്യത്തിൽ എല്ലാവരും ഏതാണ്ട് ഓഫീസ് ടൈമുകളിലേക്ക്, സർക്കാർ ഓഫീസുകളിൽ അടക്കം, അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ വന്നു കയറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം, അതായത് ദേശീയപാത 66 പ്രധാന നഗരത്തിലേക്ക് കടക്കുന്ന ആ പ്രദേശത്താണ് ഇപ്പോഴുള്ള കാഴ്ചയാണിത്. ഇവിടെ വലിയ റോഡ് മുമ്പുണ്ടായിരുന്നതിൻ്റെ 4/1 ചുരുങ്ങിയിരിക്കുന്നു. അതേപോലെ തന്നെ ആ റോഡിൽ മുഴുവൻ കുഴികളാണ്. തൊട്ട് അടുത്തുള്ള പോക്കറ്റ് റോഡുകളിൽ നിന്നും മറ്റും, അത് പോക്കറ്റ് റോഡ് എന്ന് പറയാനൊക്കില്ല, അത് നഗരത്തിന് പുറത്ത് ആളുകൾ താമസിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകളാണ് അവിടെ നിന്ന് സിറ്റിയിലേക്ക് എത്തുന്നത്. ഇതെല്ലാം ഇത്തരം വാഹനങ്ങളെല്ലാം കടന്നു വരുന്ന മേഖല ഏതാണ്ട് ഒരു കുപ്പിക്കഴുത്തായി മാറുന്ന ഒരു സാഹചര്യമാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയിലേക്ക് ഏറ്റവും പ്രധാനമായി പ്രവേശിക്കുന്ന ഇടപ്പള്ളി ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോ ആ 4/1 പാത ചുരുങ്ങുമ്പോൾ അതിന് ചുറ്റുമുള്ള പാതകൾ മുഴുവൻ കുണ്ടും കുഴിയുമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. രാവിലെ കുട്ടികളെ അടക്കം കൊണ്ടുപോകുന്ന മാതാപിതാക്കൾ അടക്കം കുട്ടികളെ സ്കൂളിൽ വിടണം, അത് കഴിഞ്ഞ് അവർക്ക് ജോലിയിലേക്ക് പോകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അവർക്ക് കുഴി നീന്തി പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ ഗതാഗതക്കുരുക്ക്? ഒന്നും പറയാനില്ല. എല്ലാ ദിവസവും ഈ കുഴിയിലൂടെയാണോ പോകുന്നത്? ഡെയിലി അങ്ങനെ. എത്ര സമയം താമസം ഉണ്ടാകുന്നുണ്ട്? ഒരു 10-30 എന്തായാലും പോകും. ഏതാണ്ട് ഒരു 10-30 മിനിറ്റ് താമസം ഓരോ ദിവസവും അവരുടെ യാത്രയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. പ്രായമായവർ അടക്കം വാഹനങ്ങളിൽ കൊണ്ടുപോകാൻ പറ്റാത്ത, ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല, പറ്റൂല. ഇതാണ് സാഹചര്യം. ഈ പ്രായമായവർക്ക് ആർക്കും റോഡുകൾ ഉപയോഗിക്കാൻ കഴിയില്ല. തീർച്ചയായും അനിൽ, നമുക്ക് എല്ലാവർക്കും ഇത് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങൾ കൂടിയാണ്. ഇപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും ഇത് തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ടാണെന്ന്. മറ്റ് ജില്ലക്കാർ ഒരുപക്ഷെ വിചാരിക്കും തിങ്കളാഴ്ച ദിവസം ഈ ഒരു 9 മണി സമയമൊക്കെ ആയതുകൊണ്ടാണെന്ന്. അല്ല, നിങ്ങൾ ഇന്നലെ ഒരു ഞായറാഴ്ച ദിവസം 8 മണിക്ക്, രാത്രി 8 മണിക്ക് പോയാലും രാവിലെ 1 മണിക്ക്, ഉച്ചയ്ക്ക് 1 മണിക്ക് പോയാലും ഒക്കെ ഇടപ്പള്ളിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതേ കാഴ്ചയാണ് കാണുന്നത്. പല റോഡുകളിൽ നിന്നും പോക്കറ്റ് റോഡുകളിലേക്ക് വന്നിറങ്ങി പിന്നീട് ബ്ലോക്കിന്റെ അങ്ങേ അറ്റമാണ്. ഏറ്റവും കുറഞ്ഞത് 30 മിനിറ്റ് ആ ഭാഗത്ത് കിടക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.